നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മേയറുടെ നേതൃത്വത്തിൽ. ഇനി അധികം വൈകാതെ കൊച്ചിയിലേക്കും ഈ സ്പാ കേന്ദ്രങ്ങളിലേക്ക് റെയ്ഡിന് വലിയ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചിത്രം അതായത് ബിസിനസിന്റെ രണ്ട് സൈഡ് ഉണ്ടാവും. മോശം രീതിയിൽ നടത്തുന്നവരുണ്ടാവും, നല്ല രീതിയിൽ നടത്തുന്നവരുണ്ടാവും. ഈ ചിത്രം സ്പാ ഇൻഡസ്ട്രിക്ക് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ റിലീസായി കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? ഇതൊരു സിനിമയായിട്ട് മാത്രം കാണേണ്ട ഒന്നാണ്. ഇതൊരു ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമ മാത്രമാണ്. ഇതൊരു ഡോക്യുമെൻ്ററി അല്ല. നിങ്ങൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സ്പായിൽ റെയ്ഡുകൾ അല്ലെങ്കിൽ സ്പായിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കൊച്ചി സ്പാ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന മുഴുവൻ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ എത്രയോ വാർത്തകൾ യൂട്യൂബിൽ കിടക്കുന്നു, എത്രയോ കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം വീഡിയോയിൽ വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും പലപ്പോഴായിട്ട് വാർത്തകൾ കൊടുത്തിട്ടുള്ള ഒന്നാണ് സ്പായെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം. സ്പായുടെ ഗ്രേ ഷെയ്ഡ്സിനെ മെൻഷൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞിട്ടില്ലായിരിക്കും, നെഗറ്റീവ്സ് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഇതിനെ ചിരിക്കുമായിരിക്കും. എന്തായാലും യൂട്യൂബിൽ വാർത്തകളിൽ വന്നിട്ടുള്ളത് അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റിൽ സിനിമ ഒരു വലിയ മാധ്യമമായതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നേക്കാം. ഇത് സ്പായെക്കുറിച്ച് മാത്രമല്ല, സൊസൈറ്റിയിലുള്ള മനുഷ്യന്മാരെക്കുറിച്ച്, മനുഷ്യരുടെ ഹിപ്പോക്രസിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സ്പായെക്കുറിച്ച് മാത്രമല്ല. പിന്നെ അത്തരത്തിൽ ഒരു സ്പായിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ ഇനി അത് കൊച്ചിയിലേക്ക് റെയ്ഡ് വന്നേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംസാരിക്കേണ്ടത് ഒരുപക്ഷെ ഈ സ്പാ നടത്തുന്ന ആൾക്കാർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് സംസാരിക്കാം. എനിക്കുള്ള സുകേഷ് സ്പാ നടത്തുന്ന ആളാണ്. സുകേഷിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് സുകേഷിനോട് ചോദിക്കാം. ഞാൻ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. സുകേഷ് എന്തെങ്കിലും പറയണ്ട. എനിക്കുള്ള ഒരു സ്പാ ഓണർ ഇതിനെക്കുറിച്ച് ഇതുവരെ എവിടെയെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സുകേഷിനോട് ചോദിക്കാം. സുകേഷ് ഹലോ സുകേഷ്, ഇതുപോലൊരു ജേർണലിസം സുകേഷ് എന്താ പഠിച്ചത്? ഞാൻ ഓക്കെ, ഇവർക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സ്പാ ഓണർ എന്നത് വിട്ടേക്കു ഒരു സ്പാ ഓണറെ തന്നെ ചിലപ്പോൾ കണ്ടു കാണില്ല. നമ്മളെപ്പോഴും വാർത്തകളിൽ കുറെ ഇങ്ങനെ കേൾക്കുന്നതാണല്ലേ. എൻ്റെ പേര് സുകേഷ്. ഞാൻ 2010 മുതൽ ഇവിടെ എറണാകുളത്തുണ്ട്. ഞാൻ IT മേഖലയിലായിരുന്നു. ബാംഗ്ലൂർ, അതുപോലെ തന്നെ ട്രിവാൻ ടെക്നോ പാർക്ക്, അതേപോലെ തന്നെ ഇവിടെ 2014 മുതൽ ഐ ബീൻ റണ്ണിങ് എ IT services company called Digital Solutions, and I started SPA in 2019. So I was also a consultant with the United Nations as an online strategy consultant. I have worked in various different fields when it comes to online strategy and communication. So ഞാൻ ആദ്യമായി ഒരു സ്പായിൽ കയറുന്നത് ഞാൻ 2010 ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാം. ബാംഗ്ലൂരിൽ നിന്ന് ടെക്നോ പാർക്കിലേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് 2010 എനിക്കൊരു ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതായത് 5-6 മണിക്കൂറുണ്ട്. അവരെനിക്ക് വേറെ ടിക്കറ്റൊക്കെ തന്നു. ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്ത് ചെയ്യും ഈ സമയം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു സ്പാ ഉണ്ട്, O2 സ്പായാണ്. ഇന്ന് ആ ബ്രാൻഡിന്നില്ല, വേറൊരു ബ്രാൻഡിലാണ് അവർ. അപ്പം ഞാൻ മടിച്ച് പേടിയോടെ, കാര്യം നമ്മൾക്ക് അന്ന് ഞാൻ ഇൻകമൊക്കെ വളരെ പ്രശ്നത്തിലാണ്, ക്രെഡിറ്റ് കാർഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മടിച്ച് ഞാൻ ആ സ്പായിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചു, മെനു ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ ഫുഡ് മസാജ്, ഹെഡ് മസാജ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് മസാജ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കുഴമ്പൊക്കെ കാലിൽ തേച്ച് കൊടുക്കും, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ തേച്ച് കൊടുത്തതല്ലാണ് എനിക്ക് ഈ പരിപാടി ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫുഡ് മസാജ് ആവാം, മെനു നോക്കി ഫുഡ് മസാജ് ആവാം. ആൻഡ് ആ മൂമെന്റ് ആക്ച്വലി ചേഞ്ച് മൈ ലൈഫ്. അതായത് എൻ്റെ സ്പായിൽ ഞാൻ പറഞ്ഞത് എവ്രി വൺ ഡിസേർവ്സ് എ ഗുഡ് മസാജ് എന്നാണ്. ദ മൂമെന്റ് ദാറ്റ് ആ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ് ടച്ച് ചെയ്യുന്ന മുതൽ ആ ഒരു 45 minutes ഐ വാസ് ലിറ്ററലി സ്ലീപ്പിംഗ്. അന്നാണ് ഞാൻ ആക്ച്വലി സ്പാ എന്താണെന്ന്, ആക്ച്വലി എന്താണ് ഒരു എക്സ്പീരിയൻസ് എവരി വൺ ഷുഡ് ഗെറ്റ് എന്നുള്ളത് ഞാൻ അന്നാണ് കാണുന്നത്. ആൻഡ് ദെൻ ഞാൻ ഇങ്ങനെ വലിയ സിറ്റീസിലൊക്കെ പോകും, ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളാണ്. വലിയ സിറ്റീസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ നല്ല സ്പാ ഇതാ നോക്കി ഐ യൂസ് ടു ഗോ ദെയർ. ആൻഡ് അങ്ങനെ 2019 അന്ന് നിങ്ങൾ ഈ കാണുന്ന വെടിയും പുകയൊന്നും ഇല്ല കേട്ടോ. 2019 ഞാൻ എന്താ പറയുക, എൻ്റെതായ സ്പാ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോട്ടോൺ ഡേ സ്പാ എന്നാണ് പേര്. കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ 1 പ്രൊഫഷണൽ ഡേ സ്പാ ബ്രാൻഡാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. ആൻഡ് ഓൾസോ വി ഹാവ് 4 ബ്രാഞ്ചസ്. ഗ്രാൻഡ് മാളിലുണ്ട് എടപ്പള്ളി, അതുപോലെ തന്നെ MG റോഡ് സെൻട്രൽ സ്ക്വയർ മാളിലുണ്ട്, തോപ്പുംപടി ഉണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്. ആൻഡ് വി ഹാവ് പ്ലാൻസ് ടു സ്പ്രെഡ് അക്രോസ് സൗത്ത് ഇന്ത്യ ആൻഡ് ഇന്ത്യ. ഈ O2 ഒക്കെ നിങ്ങൾ കേട്ടില്ല, അതുപോലൊരു വലിയൊരു ബ്രാൻഡായി മാറണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ആൻഡ് ഈ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഈ ഒരു എന്താ പറയുക പോലീസോ അല്ലെങ്കിൽ മറ്റു അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്പാ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ റിസർച്ച് ചെയ്യാനും സുകേഷ് അവർ ചോദിച്ചത് സ്പാ സിനിമ ഇറങ്ങുന്നു ഇതിനകത്ത് ഗ്രേ ഷെയ്ഡ്സ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺപ്രൊഫഷണൽ ആയിട്ടുള്ള എൻ്റെ സ്പാ കുറച്ച് അൺപ്രൊഫഷണലാണ്. പ്രൊഫഷണൽ ഇദ്ദേഹം നടത്തുന്നത് പ്രൊഫഷണൽ സ്പായാണ്. നമ്മുടെ സിനിമയിലുള്ളത് കുറച്ച് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള സ്പായാണ്. അത്തരത്തിലുള്ള സ്പായെക്കുറിച്ച് സിനിമ വരുമ്പോൾ ഇത് സ്പായെ ജനറലൈസ് ചെയ്ത ആളുകൾ കാണുകയും ഇത് ഇത്തരത്തിലുള്ള റെയ്ഡ് വരാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ പൊതുവെ ഇപ്പം നടക്കുന്ന തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, സ്പാ പൂട്ടപ്പെടുന്നു, അത്തരത്തിലുള്ള ഈ ആക്ഷൻസ് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ശരിയും തെറ്റുകളെ കുറിച്ച് എന്താണ് പറയുന്നുള്ളതായിരിക്കും അദ്ദേഹം ചോദിച്ചത് അല്ലേ? ഓക്കെ, അതെ. അത് ഫണ്ടമെന്റലി ഞാൻ പറയും, ഒരു സമൂഹത്തിന് ആ സമൂഹം ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ ആ സമൂഹത്തിന് അതിൻ്റെതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും എല്ലാത്തിനെ പറ്റിയും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ മേയറൊക്കെ വളരെ നല്ല ആളാണ്, നല്ല ഉദ്ദേശത്തോടെയാണ് അവരൊക്കെ പറയുന്നത്. എല്ലാവർക്കും നല്ല ഉദ്ദേശങ്ങളാണ്. എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ തന്നെ ഈ ഫീൽഡിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാണല്ലോ നമ്മൾ പത്രവാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സർക്കാർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മളെ പോലെ നടന്ന ഒന്നും രണ്ടൊന്നുമില്ല, ഒരുപാട് നന്നായി പ്രൊഫഷണലായി ട്രെയിൻഡ് സ്റ്റാഫിനെ കൊണ്ടും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നടത്തുന്ന ഇഷ്ടംപോലെ സ്പാകളുണ്ട്. ആൻഡ് എനിക്ക് തോന്നി ഈ ഒരു മേഖലയെ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സമൂഹം അതാണ് ആവശ്യപ്പെടുന്നെങ്കിൽ ആവശ്യമാണ്. ആൻഡ് അതിൽ നമ്മളെ പോലുള്ളവരെയും കൂടി സർക്കാർ വിളിക്കുകയും ചർച്ച ചെയ്യുകയും എന്താണ് ഇതിൽ നമ്മുടെ ഭാഗത്തുള്ള പറയാനും കൂടി കേട്ട് കഴിഞ്ഞാൽ മേ ബി എന്താ പറയാ അത് നല്ലതായിരിക്കും. എത്തരത്തിലുള്ള അതുപോലെ ഇടപെടലിനെ സാധ്യത ചെയ്യണമെന്നാണ് ഞാൻ പറയാം. അതിപ്പോ പിറ്റ്സാന്റെ പ്രീവിയസ് മൂവി ഉണ്ടല്ലോ, ഇപ്പോ ആക്ഷൻ ഹീറോ ബിജു, അത് പോലീസുകാര് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ടാണ് ചിത്രീകരിച്ചത്. ഇപ്പൊ സ്പാഡ് ചിത്രീകരിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് അത് ബാഡ് ആവോ നെഗറ്റീവ് ആവോ എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടില്ല. കാരണം സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മലയാളികൾ എഴുതുന്നുണ്ട് അത് സെക്സ് സർവീസ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്റർ എന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ട്. അതാണ് ഇപ്പൊ കമന്റുകളായിട്ട് ഇങ്ങനെ വരുന്നത്. അതൊരു പക്ഷേ ഈ പടം കറക്റ്റ് റൈറ്റ് ടൈമിലാണ് വരുന്നത്. ഞാൻ ഷൈൻ ചേട്ടനുമായിട്ട് ഈ പടത്തിന്റെ ആലോചന ഘട്ടത്തിൽ തന്നെ പുള്ളി റിസർച്ചിന്റെ സമയത്ത് തന്നെ നമ്മൾ ബന്ധപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഇതിനോട് പുള്ളിയായിട്ട് സംസാരിച്ചതിന് എനിക്ക് മനസ്സിലായത് ഇത് എബ്രിഡ് ഷൈൻ്റെ സ്പായാണ്, ഒരിക്കലും എന്റെ സ്പായോ മറ്റൊരു സ്പായോ അല്ല. ഇത് എബ്രിഡ് ഷൈൻ്റെ സ്പായാണ്. അത് കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. എബ്രിഡ് ഷൈൻ്റെ സ്പാ എങ്ങനെ ഉണ്ടാവും. ഞാൻ ഇത് ഡാറ്റ കളക്ഷൻ പല സ്ഥലത്ത് എടുക്കുകയും പിന്നീട് നമ്മൾ ഇമാജിനേഷനിൽ എൻ്റെ സ്പാ ജനറലൈസ് ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. എൻ്റെ സിനിമ അത് അതെ അത് കുറച്ചൊരു ഇമാജിനേഷനോ ഫിക്ഷനോ ഒക്കെ ആയിരിക്കാം. ബാക്കി കാര്യങ്ങൾ ഒക്കെ ഈ പറയുന്നത് സാങ്കല്പികമാണെന്നോ ഈ കഥയും ഈ കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്നൊരു ടാഗ് ഞാൻ എൻ്റെ മുന്നിൽ വയ്ക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു നല്ല സ്പായിൽ പോകാത്തതുകൊണ്ടാണ് ഈ ചിന്ത എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു സിനിമയാണ് എന്ന് നിങ്ങൾ അടിവരയിട്ട് ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കണം. അല്ലെങ്കിൽ പോലീസ് സ്പാ എന്ന് കണ്ട് തിയേറ്ററിൽ റെയ്ഡ് നടത്തുമോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പം നിങ്ങൾ ഇത് ചിത്രമാണ്, ഇങ്ങനെ സിനിമയുണ്ട് എന്ന് നിങ്ങൾ പറയണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. ജോജി ജേർണലിസം കഴിഞ്ഞ ആളാണ് കേട്ടോ. അതെ, ഇത് രണ്ടുപേരും ജേർണലിസം കഴിഞ്ഞ ആൾക്കാരാണ്. ചോദ്യം